ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കിങ് മേക്കർ ആര്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവ് യുപിയിൽ കറുത്ത കുതിരയായി മാറി. അഖിലേഷ് യാദവിന്റെ പിന്നിൽ ഇന്ത്യ സഖ്യം അണിനിരന്നപ്പോൾ അത് വലിയ ഒരു വിജയം ഇന്ത്യ സഖ്യത്തിന് നേടിക്കൊടുത്തു. കേവലം ചെറിയ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇന്ത്യ സഖ്യത്തിന് അധികാരം നഷ്ടപ്പെട്ടത്. വേണമെങ്കിൽ അധികാരം പിടിച്ചെടുക്കാമായിരുന്നു ഇന്ത്യ സഖ്യത്തിന്. ചാഞ്ചാടി നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഷിൻഡെ വിഭാഗം ശിവസേനയെയും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഒക്കെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ സിമ്പിളായിരുന്നു ഇന്ത്യ സഖ്യത്തിന് അധികാരം പിടിച്ചെടുക്കാൻ. പക്ഷെ അവർ പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനിച്ചത്. അതൊരു വലിയ തന്ത്രമാണ്. അധികാരം പിടിച്ചെടുത്ത് മോദിയെ പുറത്താക്കിയിരുന്നെങ്കിൽ മോദി പറയുമായിരുന്നു കുതിരക്കച്ചവടവും കുതികാൽ വെട്ടും ഒക്കെ ഇന്ത്യ സഖ്യം നടത്തിയിരുന്നു. അതിനുള്ള അവസരം അവർ കൊടുത്തില്ല. അവർ വളരെ ബുദ്ധിപൂർവം പ്രതിപക്ഷത്തിരുന്ന് മോദിയെ എതിർക്കാൻ തീരുമാനിച്ചു. അതിനോടൊപ്പം ഓരോ ഘട്ടവും മോദിയെ വലിച്ച് താഴെയിടാനുള്ള തീരുമാനവും അവർ എടുത്തു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ മോദിയെ വലിച്ച് താഴെയിടാനുള്ള തീരുമാനങ്ങളും അവർ കൈക്കൊണ്ടു. ഏറ്റവും ഒടുവിൽ ചന്ദ്രബാബു നായിഡുവിനെ റാഞ്ചാൻ അഖിലേഷ് യാദവിനെ നിയോഗിച്ചിരിക്കുന്നു ഇന്ത്യ സഖ്യം. അഖിലേഷ് യാദവും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. അഖിലേഷ് യാദവിന്റെ അച്ഛൻ മുലായം സിംഗ് യാദവ് ചന്ദ്രബാബു നായിഡുമായി നല്ല ബന്ധം പുലർത്തിയ നേതാവാണ്. ശക്തമായ ബന്ധം പുലർത്തിയ നേതാവാണ്. ഇരുവരും തമ്മിലുള്ള കുടുംബ ബന്ധവും സുദൃഢമാണ്. അത് എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡുവിനെ മെരുക്കാൻ, ചന്ദ്രബാബു നായിഡുവിനെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യം നിയോഗിച്ചിരിക്കുന്നത് അഖിലേഷ് യാദവിനെയാണ്. അഖിലേഷ് യാദവ് പണ്ടത്തെ അഖിലേഷ് യാദവ് അല്ല എന്നും കൂടി തിരിച്ചറിയണം. യുപിയിലെ കറുത്ത കുതിരയാണ് അഖിലേഷ് യാദവ്. ബിജെപിയുടെ കോട്ട കൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സമാജ്വാദി പാർട്ടി നേതാവ്. മുലായം സിംഗ് യാദവ് കരുത്തനായിരുന്നപ്പോൾ യുപിയിൽ ബിജെപി സഖ്യം, എൻഡിഎ സഖ്യം വളരെ പരുങ്ങലിലായിരുന്നു. അദ്ദേഹത്തിന് ശക്തി കുറഞ്ഞപ്പോഴാണ് അവിടെ എൻഡിഎ ശക്തി പ്രാപിച്ചത്. മുലായം സിംഗ് യാദവും ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം. ആ ബന്ധം അഖിലേഷ് യാദവുമായി ചന്ദ്രബാബു നായിഡു കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ സഖ്യം ഇന്ത്യയിലെ ഓരോ നേതാക്കൾക്കും ഓരോ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ബിജെപി സർക്കാരിനെ അങ്ങേയറ്റം ഒരു വർഷത്തിനകം ഭരിക്കാൻ അവർ അനുവദിക്കില്ല എന്നത് ഉറപ്പാണ്. ചന്ദ്രബാബു നായിഡുവിനെ ഒതുക്കാൻ അഖിലേഷ് യാദവിനെ നിയോഗിച്ചിരിക്കുന്നു. നിതീഷ് കുമാറിനെ ഒതുക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ലാലു പ്രസാദ് യാദവിനെ. ഇങ്ങനെ പലതരത്തിലുള്ള നിയോഗങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അവരുടെ സഖ്യകക്ഷികൾ. ഈ സാഹചര്യത്തിൽ മോദി വലിയ സമ്മർദ്ദത്തിലാണ്. സമ്മർദ്ദമെന്നാൽ അങ്ങേയറ്റത്തെ സമ്മർദ്ദമാണ് മോദി ഇപ്പോൾ നേരിടുന്നത്. അത് വല്ലാത്തൊരു സമ്മർദ്ദം തന്നെയാണ്. 9-ാം തീയതി മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മോദിക്ക് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും പിണിയാൾ മാത്രമായി ഇരിക്കേണ്ടി വരും. ഒരു തരം റബ്ബർ സ്റ്റാമ്പായി മോദിയെ പ്രതിഷ്ഠിക്കും അവർ. പിന്നീട് തീരുമാനിക്കുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും ഒക്കെ ആയിരിക്കും. അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്ത്യ സഖ്യം ഇപ്പോൾ മോദിയെ കണക്കാക്കുന്നത് ഈ ചൂണ്ടയിട്ട മീൻ പിടയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ മോദി കടന്ന് പിടയ്ക്കുകയാണ്. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മോദിക്ക് ഇപ്പോൾ 400 സീറ്റല്ല, കേവല ഭൂരിപക്ഷം പോലും ബിജെപിക്ക് നേടാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഘടകകക്ഷികളുടെ കാരുണ്യത്താൽ ഭരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി കളിരീതികൾ മാറ്റുന്നത്. അവർ അഖിലേഷ് യാദവിനെ കൊണ്ട് ചന്ദ്രബാബു നായിഡുവിനെ ചാക്കിടും എന്നത് ഉറപ്പാണ്. നിതീഷ് കുമാറിനെ ചാക്കിടും എന്നത് ഉറപ്പാണ്. അങ്ങനെ
പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ ചാക്കിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞതുപോലെ അവരുടെ നാട്ടിലെ എംപിമാർ, അവരുടെ നാട്ടിലെ BJP എംപിമാർ അവരും കാലുമാറും. ചുരുക്കത്തിൽ ഇന്ത്യ ഇനി കാണാൻ പോകുന്നത് കാലുമാറ്റക്കാരുടെ രാഷ്ട്രീയമായിരിക്കും.